കർണാടക പാകിസ്ഥാനായിട്ട് മാറുകയാണോ? ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഒരു കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കർണാടകയിലെ ഒരു സ്ഥലം, അവിടെ നിന്ന് ഒരു പാലം കടന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ അവിടെ രാജ്യത്ത് ഒരു നിയമവും ബാധകമല്ല. കർണാടകയിൽ തന്നെ ഹൈക്കോടതി ജഡ്ജി കോപ്പൺ കോർട്ടിൽ ഒരു പരാമർശം നടത്തി. എനിക്കറിയാം ഈ സ്ഥലങ്ങൾ. അവിടെ ആ പാലം കടന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ ഇന്ത്യയിലൊരു നിയമവും ബാധകമല്ല. ഹെൽമെറ്റ് വെക്കണ്ട, ഒന്നും വേണ്ട, ഒരു നിയമവും രാജ്യത്ത് ഒരു നിയമവും ബാധകമല്ല. പോലീസ് അങ്ങോട്ട് ചെല്ലത്തില്ല, പോലീസ് ചെന്നാൽ ഇടപെടാൻ പറ്റത്തില്ല, പോലീസ് ചെന്നാൽ ആളുകൾ തടയും. അങ്ങനെ ഒരു മതവിഭാഗം തിങ്ങിക്കൂടി അവർക്കിഷ്ടമുള്ള തരത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവരുടെ ധാരണ ഇത് പാകിസ്ഥാനാണെന്നാണ് എന്നാണ് ജഡ്ജി പറഞ്ഞത്. എന്താ അതിനകത്ത് കുഴപ്പം? പക്ഷേ സുപ്രീം കോടതിയുടെ മതേതരത്വം അങ്ങുണ്ടെന്നു. അങ്ങനെയൊക്കെ പറയാമോ? ജഡ്ജിക്ക് നോട്ടീസ് അയച്ചു, സ്വമേധയാ കേസെടുത്ത് മിക്കവാറും ആ ജഡ്ജിയെ തൂക്കിക്കൊല്ലുമായിരിക്കും. പിറ്റേ ദിവസം ആ ജഡ്ജി വന്നിട്ട് മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞു മാത്രമല്ല, ഇനിയിപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ലൈവായിട്ട് കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ അതല്ല പറയാൻ വന്നത്. കർണാടക ഗവൺമെൻറ് BJP സർക്കാരിനെ തോൽപ്പിച്ച് സിദ്ധരാമയ്യയുടെ ഇപ്പോൾ കേസിൽപ്പെട്ട് മിക്കവാറും രാജിവെക്കാൻ പോകുന്ന സിദ്ധരാമയ്യയുടെ സർക്കാർ, രാഹുൽ ഗാന്ധി പറഞ്ഞ് സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന് പറയുന്ന കർണാടകയിൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു സർക്കാർ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. കർണാടകയിലും നമ്മുടെ നാട്ടിലെ പോലെ അംഗൻവാടി എന്നൊക്കെ പറയാറുണ്ട്. അംഗൻവാടികളുണ്ട്. ഈ അംഗൻവാടി നിയമനത്തിന് സ്ത്രീകളെ എടുക്കുകയുള്ളൂ. അതിന് ഉള്ള ക്വാളിഫിക്കേഷൻ പുനർനിർണയിച്ചു. കന്നഡ ഭാഷ അറിയണം, ഉറുദുവും കൂടി അറിയണം. ഉറുദു നമ്മൾ നോക്കുക, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഉറുദു കൂടി അറിഞ്ഞ ഒരു ഭാഷയല്ലേ, ഹിന്ദിയല്ല, ഉറുദു. നമുക്ക് കന്നഡ ഭാഷ എന്ന് പറഞ്ഞാൽ കന്നഡ സംസാരിക്കുന്ന ആരാ? ക്രിസ്ത്യാനി സംസാരിക്കും അല്ലേ? അതെ. കർണാടകയിലെ ക്രിസ്ത്യാനിക്കറിയാം, കർണാടകയിലെ ഹിന്ദുവിനറിയാം, കർണാടകയിലെ മുസ്ലിമിനും അറിയാം കന്നഡ. ഉറുദുവോ? ക്രിസ്ത്യാനിക്കറിയാമോ? അറിയാൻ പറ്റില്ല. ഹിന്ദുവിനറിയാമോ? അറിയില്ല. പിന്നെ ആർക്കറിയാം? മുസ്ലിമിന് മാത്രം അറിയാം. അപ്പോൾ കർണാടകയിലെ ആയിരക്കണക്കിന് വരുന്ന അംഗൻവാടികളിൽ നിയമനം കിട്ടാൻ അല്ലെങ്കിൽ അധ്യാപകരായിരിക്കാനുള്ള യോഗ്യത പുനർനിർണയിച്ചു. എങ്ങനെ? കന്നഡ അറിയണം, ഉറുദു അറിയണം. അപ്പോൾ ആർക്ക് ജോലി കിട്ടും? ഉറുദു അറിയാവുന്നവർക്ക് മാത്രം അല്ലേ? ഉറുദു അറിയാവുന്നവർക്ക് മാത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രം കിട്ടും. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ജോലി പോകും. എന്നിട്ടോ ഉറുദു അറിയാവുന്നവർക്ക് മാത്രം കിട്ടും. കർണാടകയിൽ എവിടെയാണ് ഉറുദു സംസാരിക്കുന്നത്? കാശ്മീരിലൊക്കെ കിട്ടുന്നുണ്ട്. ഉറുദു ഒരു ഭാഷയാണ്, നമ്മുടെ അംഗീകരിക്കപ്പെട്ട ദേശീയ ഭാഷകളിൽ ലിസ്റ്റഡ് ലാംഗ്വേജുകളിൽ ഒന്നാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അത് മാനദണ്ഡമാക്കി വെക്കുന്നതിനാ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി കർണാടകയിലെ ജോലി കിട്ടണം. ആർക്കാണ് ഇത്? ഒന്ന്, ജോലി മുസ്ലിങ്ങൾക്ക് മാത്രമാക്കി മാറ്റി. ഓക്കെ, ഇനി ഈ ജോലി എന്താ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഈ പഠിപ്പിക്കാൻ പോകുന്ന ആളുകൾ ഉറുദു അറിയാവുന്നവർ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഉറുദു മാത്രമല്ല, അവർക്ക് താല്പര്യമുള്ള വേറെ ചില കാര്യങ്ങളും പഠിപ്പിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു സ്കൂൾ ബസ്സിൻ്റെ പശ്ചാത്തലത്തിലിരിക്കുകയാണ്. എന്നിട്ട് ഒരു അധ്യാപികയുടെ മുഖം കാണുന്നത്, ശബ്ദം കേൾക്കുന്നു. ഈ കബഡി നിരത്തുമ്പോൾ എന്തൊക്കെ ചെയ്യും കുട്ടികൾ? എനിക്കറിയാൻ മേല. ഹിന്ദു കുട്ടിയാണ്. ഉടനെ അധ്യാപിക നമ്മളൊരാളെ ആദ്യം കാണുമ്പോൾ എന്ത് പറയണം? അസ്സലാമു അലൈക്കും പറയണം. കുട്ടി പറയുന്നു. തിരിച്ചെന്ത് പറയണം? അലൈക്കും അസ്സലാം പറയണം. കുട്ടി പറയാണ് ടീച്ചർ ചോദിക്കുമ്പോൾ. അപ്പം നമ്മുടെ കേരളത്തിൽ പോലും അധ്യാപകരായിട്ടുള്ള അധ്യാപികമാർ എന്ത് ചെയ്യുന്നു? കുട്ടികളെ അവരുടെ മതം പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊന്നും എന്തറിയില്ല? രാമൻ ആരാന്നും സീത ആരാന്നും പാണ്ഡവരാരെന്നും അറിയില്ല. നമ്മൾ പഠിപ്പിക്കില്ലല്ലോ. നമ്മൾ മതേതരവാദികളായ ഹിന്ദുക്കളാണ്. അപ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ മഹാഭാരതം എന്താണ്, രാമായണം എന്താണ്, ഭഗവത്ഗീത എന്താണ്, നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുറച്ചിലാണ് ഹിന്ദുക്കൾക്ക്. പക്ഷേ സൺഡേ സ്കൂളുകളുള്ളതുകൊണ്ട് പാവപ്പെട്ട ക്രിസ്ത്യാനി കുട്ടികൾ പഠിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും പഠിക്കുന്നുണ്ട്, മദ്രസ ഉള്ളവർ. മുസ്ലിങ്ങളിപ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ? കാണുമ്പോൾ എന്ത് പറയണം, ദീനിയായിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. പിന്നെ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ ചെയ്യുമ്പോൾ ഹിന്ദു പിള്ളേരെ വിളിച്ചിട്ട്, നീ ഒരു കാര്യം ചെയ്യ്, ആ ചന്ദനക്കുറി ഒന്ന് മാറ്റിക്കേ, എന്നിട്ട് തട്ട കിട്ടപ്പോൾ നീ എത്ര സുന്ദരിയാ, എന്തൊരു മൊഞ്ചാണ് നിന്നെ എന്നൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുക. എന്നാൽ നേരെ തിരിച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു കൂട്ടുകാരികൾ അവളുടെ തട്ടം ഒന്ന് മാറ്റിയിട്ട്, നീ തട്ടം ഒന്ന് മാറ്റിക്കേ, ഒരു കുറി ചന്ദനക്കുറി ഇട്ട്, എന്നെ കാണാൻ എന്തൊരു ഐശ്വര്യമാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ എന്നാൽ കേരളം കത്തും. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നബിദിനാഘോഷം നടക്കുക.
ദഫ്മുട്ടൊക്കെ നടക്കുന്നുണ്ട്. അതെ. ഇപ്പോൾ പൂജ വരിക, പൂജ അടുത്ത മാസം ഒക്ടോബറിൽ അല്ലേ? അതെ. ഇതിങ്ങനെ നടത്തിയ ഈ പെരിന്തൽമണ്ണയിലടക്കം ചില ക്ഷേത്രങ്ങളിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഈ പരിപാടിയൊക്കെ നടത്തിയല്ലോ. അവർ അവരുടെ മതേതരത്വം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പൂജ വരുമ്പോൾ ഞങ്ങളുടെ മഹലിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മസ്ജിദിൽ സരസ്വതി ദേവിയുടെ ഒരു ചിത്രം വെച്ചിട്ട് ഇവിടെ എഴുത്തിനിരുത്താം എന്നൊന്ന് പറയാൻ തയ്യാറാകുമോ? ഇവിടെ അമ്പലത്തിൽ കയറി ഇത് കൊട്ടിപ്പാടാൻ അവസരം കിട്ടിയ, നബിദിനം ആഘോഷിക്കാൻ അവസരം കിട്ടിയ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആ പ്രദേശത്തെ ഹിന്ദുക്കളോട് നിങ്ങളുടെ എഴുത്തിനിരുത്ത് ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ മസ്ജിദ് അല്ലേ ഒരു നിലവിളക്ക് കൊളുത്തി ഒരു സരസ്വതി ദേവിയുടെ ചിത്രവും വെച്ച് നടത്താൻ സമ്മതിക്കും എന്ന് സമ്മതിക്കുമോ സ്വമേധയാ? അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന മഹാന്മാരായ മതേതരവാദികളായ അമ്പല കമ്മിറ്റിക്കാർ ചെന്നിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ലേ, അപ്പോൾ ഞങ്ങളുടെ പൂജ വിദ്യാരംഭം നിങ്ങളുടെ മസ്ജിദിൽ വെച്ച് നടത്തിക്കോട്ടെ എന്ന് ചോദിക്കാനുള്ള ഉറപ്പ് നട്ടല്ലുറപ്പ് അങ്ങനെ എടുത്താൽ മതി. നമ്മുടെ അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്ക് ഉണ്ടാകുമോ? ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇതിന് താഴെ 100 കണക്കിന് ആളുകൾ എന്നെ തെറി പറയാൻ വരും. കാരണം ഞാനിപ്പോൾ വർഗീയവാദിയായി. കാരണം മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വശം മാത്രമുള്ള നാണയമാണ്. മറുവശം പറയാൻ പാടില്ല. കാരണം ഹിന്ദുവിൻ്റെ നെഞ്ഞത്തോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് നബിദിനും ആഘോഷിക്കുക. ഇപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടില്ലേ ദുർഗാപൂജ വരിക, പുതിയ സർക്കാർ പറഞ്ഞിരിക്കുകയാണ്, സർക്കാരിൻ്റെ അവിടെ മുസ്ലിം സംഘടനകൾ അമ്പല കമ്മിറ്റികൾക്ക് നോട്ടീസ് വെച്ചിരിക്കുക, ദുർഗാപൂജ നടത്തിക്കോ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തരണം. ഓരോ അമ്പല കമ്മിറ്റി 5 ലക്ഷം രൂപ മതേതരത്വം. അത് വാർത്ത പോലുമല്ല നമ്മുടെ നാട്ടിൽ. അന്ന് പറയുന്ന പോലെ ഇതാ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് രാഹുൽ ഗാന്ധി കർണാടകയിൽ ഞങ്ങളൊരു സ്നേഹത്തിൻ്റെ കട തുറന്നിട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ ഇന്നലെ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്ന അംഗൻവാടി ടീച്ചർമാരായി നിയമിക്കപ്പെടണമെങ്കിൽ കന്നഡയും ഉറുദുവും അറിയണം. അതായത് ഹിന്ദുക്കളെ ക്രിസ്ത്യാനിക്കും അറിയത്തില്ല, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അംഗൻവാടി മുതലുള്ള ഏറ്റവും അടിസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ അംഗൻവാടി, അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ക്ലീനായിട്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും വേണ്ട, ഇനി അംഗൻവാടി പഠിപ്പിക്കാൻ മുസ്ലിം മാത്രം മറിയുകയാണെന്ന് പറയും. ഇതാണോ സ്നേഹത്തിൻ്റെ കട? ഇതാണ് സ്നേഹത്തിൻ്റെ കട. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഇവർ അധികാരത്തിൽ വന്നാൽ എല്ലാം ആർക്ക് കൊടുക്കും? മുസ്ലിമിന് കൊടുക്കുന്നു. മോദി പറഞ്ഞപ്പോൾ നിങ്ങൾ വർഗീയത പറയുന്നു പറഞ്ഞു അല്ലേ? ഇലക്ഷൻ കാലത്ത് വലിയ വിവാദമായിരുന്നു. നിങ്ങൾ വലിയ അഭിമാനത്തോടെ കർണാടക പിടിച്ചു, കർണാടകയിൽ ജനാധിപത്യം സ്നേഹത്തിൻ്റെ കട തിരിച്ചു വന്നു എന്ന് പറയുന്നിടത്ത് കാണിക്കുന്നത് എന്താണ്? ഇത് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും പത്രത്തിൽ വാർത്തയായോ? ആയില്ലെന്ന് മാത്രമല്ല ആവുകയില്ല. ഏതെങ്കിലും ചാനലിൽ ചർച്ച ചെയ്തോ? ഇല്ല. അതേസമയം യു പിയിൽ ഇങ്ങനെ ഉത്തരവിറക്കിക്കട്ടെ, സംസ്കൃതവും ഹിന്ദിയും അറിയാവുന്നവർക്ക് മാത്രമായിരിക്കും ഇനി മുതൽ അംഗൻവാടി നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ DYFI പന്തംകുളത്തി പ്രകടനം നടത്തും. മനോരമയും മാതൃഭൂമിയും ഈ ചാനലുകളും എല്ലാം മത്സരിച്ച അന്തിച്ചർച്ച നടത്തും. കൊച്ചുകുടിമാരും കുട്ടപ്പന്മാരും ഒക്കെ അലറി വിളിച്ച് ചർച്ചകളിൽ പങ്കെടുക്കും. ചാനൽ ജഡ്ജിമാർ വിധി കൽപ്പിക്കും. നരേന്ദ്രമോദിയുടെ ഹിന്ദു ഫാസിസ്റ്റ് സർക്കാർ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കാൻ, അരികുവൽക്കരിക്കാൻ, അവരെ ഒറ്റപ്പെടുത്താനുള്ള കിരാത നയങ്ങളുമായി വരികയാണ്. നിങ്ങളിത് പറയുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കട? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കർണാടകയിലെ ഹിന്ദുക്കൾ അനുഭവിക്കണം. തിന്നിട്ട് എല്ലിനിടെ കുത്തിക്കയറുമെന്ന് പറഞ്ഞതുപോലെ ഒരു BJP സർക്കാർ ഉണ്ടായിരുന്നു. അവർക്കെതിരെ വോട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്ന സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങളുടെ അമ്പലങ്ങൾക്ക് ഇപ്പോൾ നികുതിയുണ്ട്. നിങ്ങളുടെ അമ്പല കമ്മിറ്റികളിൽ ഹിന്ദുക്കളല്ലാത്തവർക്കിപ്പോൾ ഇതര മതസ്ഥരായ ആളുകൾക്ക് ഉൾപ്പെടുത്തുന്നു, ഭരണസ്ഥാനങ്ങളിൽ ഇരുത്തുന്നു. ഇപ്പോൾ അതാ അംഗൻവാടി എന്ന് പറയുന്നത്, അംഗൻവാടി തീരുമാനിക്കാൻ വളരെ കൃത്യമായ അജണ്ടയുണ്ട്. അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാൻ മാത്രമല്ല, ചെറുതിലെ മുതൽ കുട്ടികളെ എന്തു പഠിപ്പിക്കണമെന്നുള്ള അജണ്ടയുടെ ഭാഗം കൂടിയാണ്. കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് ആരാന്നറിയോ? കോൺഗ്രസിൻ്റെ പിറകിലിരുന്ന് SDP ആണ്, മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളാണ്, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ബാബറിൻ്റെ ഖബറിൽ പോയി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ ഇപ്പോഴത്തെ കണ്ണിയാണ്. അനുഭവിക്കട്ടെ കർണാടകയിലെ ഹിന്ദുക്കൾ. നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്ത് അടുത്ത പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ കൂടെ പ്രധാനമന്ത്രിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.